Hello everyone, welcome to my channel. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വിഷു കഞ്ഞിയാണ്. ഇതെൻ്റെ അച്ഛമ്മ വിഷുക്കാലത്ത് ഉണ്ടാക്കി തന്നിരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യണേ. ഇതിന് നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് പച്ചരിയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് പച്ചനെല്ല് കുത്തിച്ച അരിയാണ്. നിങ്ങൾക്ക് അതില്ലെങ്കിൽ സാധാ പച്ചരി എടുത്താൽ മതി. ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഇനി നമുക്ക് 1/2 ഗ്ലാസ് വൻപയർ വേണം. 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് വൻപയർ. ഒരിടത്തരം തേങ്ങ മുഴുവൻ ചിരകിയതാണത്. 2 കട്ട ശർക്കര, പിന്നെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, കുറച്ച് ഏലക്ക, ആവശ്യത്തിന് നെയ്യ്. പച്ചരി നല്ലോണം കഴുകി ഞാൻ കുക്കറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ആ സമയത്ത് നമ്മൾ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. ഞാൻ ഉരുക്കിയെടുത്ത ശർക്കര ഒന്ന് അരിച്ചെടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ ഞാൻ 5 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി നമുക്ക് ഈ വൻപയർ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ വെള്ളത്തിലൊന്നും കുതിർത്തിയിട്ടില്ല. ഒരു വലിയ ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 4-5 വിസിലടിച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. വൻപയർ വേവണ സമയം കൊണ്ട് നമുക്ക് തലപ്പാലും 2ാം പാലും ഒന്ന് എടുത്ത് വയ്ക്കാം. 5 വിസിലടുപ്പിച്ചിട്ടുണ്ടായി. അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് മതി. നമുക്ക് ഉരുളി ചൂടായി കഴിയുമ്പോഴേക്കും ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച വൻപയറും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വേവിച്ച് വെച്ച പച്ചരിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പയറും പച്ചരിയും നല്ലോണം ഒന്ന് ചേർത്തിളക്കി കഴിയുമ്പോൾ അരിച്ചു വെച്ചേക്കുന്ന ശർക്കരപ്പാനി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നല്ലോണം വരട്ടിയെടുക്കണം. ഇത് നല്ലോണം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് യോജിച്ച് കഴിയുമ്പോഴേക്കും തലപ്പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത കിസ്മിസ് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ വിഷുക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഈ വിഷുവിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.